ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇടക്കാല കരാറിലേക്ക് അമേരിക്കയും ഇറാനും ഒമാനും ഇന്നോ നാളെയോ കരാറിലെത്താൻ കഴിഞ്ഞേക്കും എന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റ് അറിയിച്ചത്. We saw quite a few ships coming out even now. So, I'd expect the energy prices to settle back down, which, as I said, will be good for the entire world. And, once the strait reopens, there are hundreds, if not 1,000 ships sitting in there waiting to go out. And, Becky, it's not just energy, it's fertilizer, it's refined products, it is the various industrial gases. So, I think that we could see a big relief trade as those prices go down. ഇടക്കാല കരാറിന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അനുമതി നൽകിയെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 മേഖലകളായി തിരിച്ച് ഹോർമുസ് സമുദ്രപാതയിൽ കപ്പൽ ഗതാഗതം ക്രമീകരിക്കുന്നതാണ് ഈ ഇടക്കാല കരാർ എന്നാണ് സൂചന. അതിനിടെ ഇന്നലെ ചെങ്കടലിൽ ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ കടലിൽ മുങ്ങുകയും ചെയ്തു. കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ആദ്യം ഈ കരാറിനെ പറ്റി എങ്ങനെയാണ് ഇറാനും അമേരിക്കയും ഒമാനും ചേർന്നുള്ള ഈ കരാറിൻ്റെ ഒരു ധാരണയിലേക്ക് എത്തുന്നത്? എന്താണ് പ്രധാനമായിട്ട് കരാറിൻ്റെ ഉള്ളടക്കമായി പുറത്തു വരുന്നത്? എൽദോ, അമേരിക്കയും ഇറാനും നേരിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് ഇറാൻ പ്രതിനിധി പറയുന്നു. അപ്പോഴും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഹോർമൂസ് തുറക്കാനും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അത് സുഗമമാക്കാനും ഒമാനും ഇറാനുമായി നടത്തിയ ചർച്ചകൾ അത് ഏറെക്കുറെ ഫലം കാണുന്നു. ഒരു ഇടക്കാല കരാറിലേക്ക് ഉടൻ എത്തിച്ചേരും. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സുഗമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആക്സിയോസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന് നേരിയ മേൽക്കൈയുള്ള തരത്തിലാണ് ഈ കരാറിലെ നിബന്ധനകൾ എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. പ്രധാനമായും ഹോർമൂസ് കടലിടുക്കിലെ ജലപാതയെ അതിനെ 3ആയി തിരിച്ചുകൊണ്ട് ഒരു ക്രമീകരണമാണ് ഒരുങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇറാനോട് ചേർന്നുള്ള സമുദ്രപാത, അതോടൊപ്പം തന്നെ ഒമാനോട് ചേർന്നുള്ള സമുദ്രപാത, ഇത് രണ്ടും കൂടാതെ മധ്യത്തിലൂടെ, അതായത് ഒരു മീഡിയൻ പാതയും വരും കാലങ്ങളിൽ ഒരുങ്ങും. അത്തരത്തിലാണ് ക്രമീകരണം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ, ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനുമായുള്ള ഏകോപനത്തോടെ കടലിടുക്കിലൂടെ അറബിക്കടലിലേക്ക് പോകുന്ന കപ്പൽ ഗതാഗതം അത് സുഗമമാക്കുന്ന തരത്തിൽ ഉള്ള നിബന്ധനകൾ ഉണ്ടാകും. 60 ദിവസത്തെ കാലയളവിൽ ടോൾ ഓഫ് ഈസോ ഉണ്ടാവില്ല. 30 ദിവസത്തിനുള്ളിൽ കടലിടുക്കിൻ്റെ മധ്യഭാഗത്തുള്ള പുതിയ പാത ക്രമീകരിക്കാൻ കഴിയണം. അതിന് ആദ്യം മൈനുകൾ നീക്കം ചെയ്യണം. ഇതിനായി വിവിധ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഇറാനിലേക്കുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനും, അതോടൊപ്പം തന്നെ ഒമാൻ തീരത്തൂടെ പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ, ആ കപ്പലുകൾ ഇറാന്റെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന തരത്തിൽ ഒരു ക്രമീകരണമാണ് ഈ കരാറിലുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന് സ്ഥിരീകരണമില്ല. എന്തായാലും ഇരു ഭാഗത്ത് നിന്ന് നടത്തിയ ചർച്ചകൾ ഫലം കാണുന്നു. ഒരു കരാറിലേക്ക് ഉടൻ എത്തും എന്ന് US ട്രഷറി സെക്രട്ടറി തന്നെ പരസ്യമായി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി, ഒമാൻ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തി വന്നത്. അതിൽ തന്നെ ഏറെക്കുറെ പ്രാഥമിക ധാരണയായിരുന്നു. എങ്കിലും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ അനുമതി ഇതിനാവശ്യമായിരുന്നു. ആ അനുമതി ഇപ്പോൾ ലഭിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ദീർഘനാളായി നിലനിൽക്കുന്ന ഒരു ഹോർമൂസിലൂടെയുള്ള ഗതാഗത സ്തംഭനത്തിന് ഈ ഇടക്കാല കരാറിലൂടെ പരിഹാരം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നോ നാളെയോ കരാറിലെത്തുമെന്ന് US അവകാശപ്പെടുന്നു. നമുക്കറിയാം, നേരത്തെ പല ഘട്ടങ്ങളിലായി വെടിനിർത്തലടക്കമുള്ള കരാറുകൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ മുന്നോട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ അത് പിന്നെ അപ്രായോഗികമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. വീണ്ടും ആക്രമണങ്ങൾ പരസ്പരം നടത്തുന്ന നിലയിലേക്കുമെത്തി. എന്തായാലും വളരെ ശക്തമായ ഒരു ആക്രമണം ട്രംപ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ അതിൽ നിന്ന് ട്രംപ് പിൻവാങ്ങി. അത് സൗദി അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു. ആ ഇടപെടലിനെ തുടർന്ന് നടന്ന ചർച്ചകളിലാണ് ഹോർമൂസ് സജീവ ചർച്ചയായത്. ഇപ്പോൾ ഒമാനും ഇറാനും മുൻകൈയെടുത്ത് നടത്തിയ മധ്യസ്ഥ ചർച്ചകളിൽ ഇപ്പോൾ ഒരു ഇടക്കാല കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. കാർത്തികിനി, രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ആ ചരക്ക് കപ്പൽ നേരെയുണ്ടായ ആക്രമണം
അത് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്? അതിൽ ആ കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് താഴുന്ന സാഹചര്യം വരെ ഉണ്ടായല്ലോ. എന്താണ് അതിൽ ഇന്ത്യയുടെ നിലപാട്? ഇന്ത്യയുടെ പ്രതികരണത്തോട് ഇന്ത്യ അപലപിച്ചതിനോട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ ഇതുവരെ? ഇന്ത്യ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെ അപലപിച്ചിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെടുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു. മാത്രമല്ല, 13 ഇന്ത്യക്കാരുൾപ്പെടെ 14 പേരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. യമൻ സേനയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് സാധിച്ചത്. അപ്പോഴും ആശങ്കാജനകമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം, യമന്റെ പടിഞ്ഞാറൻ തീരത്തിന് സമീപം വെച്ചാണ് ഈ MSV ഫൈസ നൂർ ഉലിയ എന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ പ്രദേശം ഹൂതി വിമതർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. ഹൂതി വിമതരുടെ പിടിയിലുള്ള ഹുദൈദ നഗരത്തിന് 13 നോട്ടിക്കൽ മൈൽ തെക്കുവച്ചാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. എന്തായാലും ആക്രമണത്തിന് ശേഷം കപ്പൽ പൂർണ്ണമായും മുങ്ങുകയും ചെയ്തു. വളരെ ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇന്നലെ ഇതിനെ അപലപിച്ചത്. വരും മണിക്കൂറുകളിൽ കേന്ദ്രത്തിൻ്റെ കൂടുതൽ പ്രതികരണവും നമ്മൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുടർച്ചയായി ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അത് നേരത്തെ ഹോർമൂസിൽ തുറന്നിരുന്നു. ഇപ്പോൾ ചെങ്കടലിലും സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വലിയ ആശങ്കയും ഉളവാക്കുന്നുണ്ട്. എൽദോ. റൈറ്റ്, VR കാർത്തിക്കാണ് ചേർന്നത് വിവരങ്ങളുമായി.